തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന നേതൃത്വത്തോട് വിയോജിക്കുകയാണ് ജില്ലാ ഘടകങ്ങൾ. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും അടക്കം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ നിലപാട്. പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്താണെന്ന ചോദ്യവും തങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്ന് പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായം വിലയിരുത്തിക്കൊണ്ട് ജില്ലാ ഘടകങ്ങൾ വിലയിരുത്തി. ചിലയിടങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും സംഭവിച്ചു. വർദ്ധിപ്പിച്ച പെൻഷനും കുടിശ്ശികയും വിതരണം ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ ഇതിലും കനത്ത തോൽവി ഉണ്ടാകുമായിരുന്നുവെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് CPMന്റെ നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസം സംസ്ഥാന സമിതിയും ചേരുകയാണ്. സമാന്തരമായി CPIയും ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നമുക്ക് പരിശോധിക്കേണ്ടത് 2-3 ഘടകങ്ങളാണ്. ഒന്ന്, CPMന്റെ ജില്ലാ ഘടകങ്ങളുടെ അതേ അഭിപ്രായത്തിലേക്ക് സംസ്ഥാന നേതൃത്വവും എത്തുമോ എന്ന ചോദ്യം. കാരണം സംസ്ഥാന ഘടകത്തിന് വ്യത്യസ്തമായ നിലപാടുണ്ട്. എന്താണ് ആ നിലപാടിലെ തർക്കങ്ങൾ, നിലപാടിലെ ചേർച്ചയില്ലായ്മ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ CPMും CPIയും തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച വ്യത്യസ്ത നിലപാടുകളിലാണ്. ഭരണവിരുദ്ധ വികാരം എവിടെയുണ്ട്? ശബരിമല തിരിച്ചടിച്ചു, ഇത് CPIയുടെ നിലപാടാണ്. പക്ഷേ CPM സംസ്ഥാന നേതൃത്വം അത് അതേപടി അംഗീകരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും ചില ഭിന്ന നിലപാടുകളുണ്ട്. എന്താണ്, എങ്ങനെയാണ്, നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ തദ്ദേശ തോൽവിക്ക് കാരണങ്ങൾ കണ്ടെത്തി നിയമസഭയ്ക്ക് ഒരുക്കുക എന്ന വലിയ ദൗത്യമാണ് CPMനും CPIക്കും ഉള്ളത്. അതിലേറ്റവും ഗൗരവമായി പരിശോധന നടത്തേണ്ടത് മറ്റാരുമല്ല, CPM തന്നെയാണ്. അങ്ങനെയെങ്കിൽ CPM ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയൊക്കെ വിലയിരുത്തും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയെ എങ്ങനെയൊക്കെ വിലയിരുത്തും എന്ന പരിശോധന കൂടി നമുക്ക് നടത്തേണ്ടി വരും. എന്താണ് സാഹചര്യം? ആദ്യം CPM അംഗീകരിക്കുന്നത് എന്തായിരിക്കണം എന്ന ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചോ എന്ന ചോദ്യത്തിന് CPM ഉത്തരം നൽകുമോ എന്നതാണ്. രണ്ടാമത്, ഈ ശബരിമല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചോ ഇക്കാര്യം CPM അംഗീകരിക്കുമോ? അതിലൊരു വ്യക്തത ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, ഭരണവിരുദ്ധ വികാരമുണ്ടായി, ക്ഷേമ പെൻഷൻ വർധനവ് ഗുണം ചെയ്തില്ല. ശ്രദ്ധിക്കണം, ഇത് CPMന്റെ ജില്ലാ കമ്മിറ്റികളുടെ ഒരു പൊതു നിലപാട് കൂടിയാണ്. അതായത് ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു, ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. ഇത് പക്ഷേ സംസ്ഥാന നേതൃത്വം ഇതുവരെയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതായത് MV ഗോവിന്ദനും പിന്നീട് പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഇക്കാര്യങ്ങളിൽ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ഈ നിലപാടിലൊരു തിരുത്തലുണ്ടാകുമോ? ജില്ലാ നേതൃത്വങ്ങളിലെ വിലയിരുത്തലിന് ശേഷം ശബരിമല തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു, ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന കാര്യം. ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായി നമുക്ക് പരാമർശിച്ചു പോകേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഒരു ഭിന്ന നിലപാടാണ്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനിടയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വഴിയിൽ തോൽവിക്ക് കാരണമായ നിരവധി വിഷയങ്ങൾ ഉണ്ടാവാം, അതിലൊന്ന് ശബരിമല ആയേക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുവരെ MV ഗോവിന്ദൻ പറഞ്ഞതിന് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നതുകൂടിയുണ്ട്. അപ്പോൾ എന്താണ് സാഹചര്യം? ഇത് കൃത്യമായ ഒരു പരിശോധന സ്വാഭാവികമായും CPMന് നടത്തേണ്ടി വരും. എന്തായാലും ഇതിൽ അംഗീകാരമുണ്ടാകുമോ? അതായത് പാർട്ടിയിലെ ഈ ശബരിമല പ്രശ്നം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്ന കാര്യം അംഗീകരിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ, പാർട്ടിയിലെ ഭിന്നത പ്രതിഫലിച്ചോ എന്ന ചോദ്യമാണ്. നോക്കൂ, അതായത് CPMൽ പാർട്ടിയിൽ നിലനിൽക്കുന്ന ചില ഭിന്നതകൾ, പ്രാദേശിക ഘടകങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ചില ഭിന്നതകൾ, പ്രത്യേകിച്ച് ഈ ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളുമായുള്ള ചില തർക്കങ്ങളും ഭിന്നതകളും ഒക്കെയുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ പ്രാദേശിക ഘടകങ്ങൾക്കുണ്ട്. അത് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം തന്നെ ഈ തുടർ ഭരണമുണ്ടാക്കുന്ന സംഘടനാ ദൗർബല്യം അതൊരു പക്ഷേ ഗുണം ചെയ്തേക്കാം. CPMന്റെ ഒരു രീതി നമുക്കറിയാം, ഒരു സമരം ചെയ്ത് പാരമ്പര്യമുള്ള ഒരു സംഘടനാ സംവിധാനമാണ് CPMൻ്റേത്. തുടർച്ചയായ പ്രതിപക്ഷത്ത് ഏറ്റവും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ ഈ തുടർ ഭരണം കഴിഞ്ഞ 10 വർഷമായി 9.25 വർഷങ്ങളായി ഭരണത്തിലിരിക്കുന്ന പാർട്ടിയാണ്. സ്വാഭാവികമായി ഈ തുടർ ഭരണം സംഘടനാ ദൗർബല്യമുണ്ടാക്കിയോ, ചിലപ്പോഴും സർക്കാർ വിരുദ്ധ സമരങ്ങൾക്ക് കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ, അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കി എന്ന വിമർശനമുണ്ട്. അത് CPM അംഗീകരിക്കുമോ എന്ന ചോദ്യമുണ്ട്. അതായത് പാർട്ടിയുടെ ജില്ലാ നേതാക്കളും പ്രാദേശിക ഘടകങ്ങളിലും നിലനിന്ന ചില തർക്കങ്ങൾ, ഒപ്പം തന്നെ തുടർ ഭരണമുണ്ടാക്കിയ ചില മോശം സാഹചര്യങ്ങൾ, ഇത് പ്രതിസന്ധി ഉണ്ടാക്കിയോ എന്ന ചോദ്യമാണ്. എന്തായാലും ഇക്കാര്യം CPM അംഗീകരിക്കുമോ എന്നതാണ് ഇന്ന് നടക്കുന്ന ചർച്ചകൾ, ഇന്നും നാളെ കഴിഞ്ഞുമായി നടക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകുമ്പോൾ,
ന്യൂനപക്ഷ ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടായി എന്നത് CPM അംഗീകരിക്കുമോ എന്ന കാര്യമാണ്. അതായത് നോക്കൂ, ന്യൂനപക്ഷ ഭൂരിപക്ഷ ഏകീകരണം എന്ന് പറയുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഫലത്തെ നമുക്ക് വിലയിരുത്തുമ്പോൾ ചില പോക്കറ്റുകൾ അത് പ്രകടമാണ്. പ്രത്യേകിച്ച് ജില്ലാ കമ്മിറ്റികൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞു. ന്യൂനപക്ഷ ഭൂരിപക്ഷ ഏകീകരണം ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ഏകീകരണം തീർച്ചയായും ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ രീതിയിലുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മോശമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായേനെ. പക്ഷേ ചില പോക്കറ്റുകളിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന കാര്യം പ്രാദേശികമായി ജില്ലാ കമ്മിറ്റികൾ വിലയിരുത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുമോ എന്ന ചോദ്യമാണ്. ന്യൂനപക്ഷ ഭൂരിപക്ഷ ഏകീകരണം എന്ന് പറയുമ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, മധ്യ തിരുവിതാംകൂറിലെ തദ്ദേശ റിസൾട്ടിനെ നമുക്കതിന് ഉദാഹരിക്കാം. കാരണം പരമ്പരാഗത UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു പൊതുവിൽ ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ പോക്കറ്റുകൾ. അവിടെ മുസ്ലിം ന്യൂനപക്ഷമല്ല, അവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അവിടങ്ങളിലെല്ലാം UDF തിരികെ എത്താൻ കഴിഞ്ഞു എന്നതാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. അപ്പോൾ പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ഇടുക്കിയിലെയുമായ ആ ഒരു ക്രൈസ്തവ ബെൽറ്റിലേക്ക് ഇടതുപക്ഷം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി കടന്നു വരാൻ കഴിഞ്ഞ ആ സാഹചര്യം നഷ്ടപ്പെട്ടോ എന്ന ചോദ്യമാണ്. അവിടെയാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടായോ എന്നത്. സാധാരണ ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയുന്നത് പൊതുവിൽ മുസ്ലിം വോട്ടുകൾ UDFിലേക്ക് പോയി എന്ന തരത്തിലാണ് വിലയിരുത്തപ്പെട്ടത്. പക്ഷേ അത് മാത്രമല്ല, ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകളിലും ഏകീകരണം ഉണ്ടായി എന്ന പ്രാഥമിക വിലയിരുത്തൽ ചില പ്രാദേശിക ഘടകങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും ഇടുക്കിയിലെയും ഒക്കെയുള്ള CPMൻ്റെ പ്രാദേശിക ഘടകങ്ങൾ അത്തരം വികാരങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. ഓർക്കുക, അവിടെ ആ ന്യൂനപക്ഷങ്ങൾ ആ രീതിയിൽ തന്നെ പ്രതിഫലിക്കുമ്പോൾ ഹിന്ദു ഭൂരിപക്ഷ വോട്ടുകളും CPMന് എതിരായി ചില മേഖലകളിൽ മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? മറ്റൊന്നുമല്ല, ശബരിമലയാണ് കാരണം. ശബരിമലയാണ് ആ വോട്ടുകളെ എതിരാക്കിയ പ്രധാനപ്പെട്ട കാര്യം. NSS അടക്കമുള്ള അനുകൂല സാഹചര്യങ്ങൾ, NSS സർക്കാരിന് അനുകൂലമായ നിലപാടെടുത്തു എന്ന വലിയ പോസിറ്റീവായ പ്രതീക്ഷ നൽകിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതൊന്നും തെരഞ്ഞെടുപ്പിൽ ഫലം കണ്ടില്ല എന്നതാണ്. അതായത് ന്യൂനപക്ഷ ഭൂരിപക്ഷ ഏകീകരണം ഉണ്ടായി. ആ ഭൂരിപക്ഷ ഏകീകരണം മധ്യ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയത്തിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാകാം എന്നൊരു വിലയിരുത്തൽ പ്രാദേശികമായി അത്തരം വികാരമുണ്ട്. അത് CPM സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുമോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ CPM അംഗീകരിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമുണ്ടോ എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതായി വരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി നമുക്ക് നോക്കാം. അത് മറ്റൊന്നുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നൊരു വിലയിരുത്തൽ CPM നടത്തുമോ എന്ന ചോദ്യമാണ്. കാരണം ലോക്സഭയിൽ സംഭവിച്ചത് എന്താണ് നമ്മൾ കണ്ടതാണ്. ഒരു ദേശീയ സാഹചര്യം അവിടെ ആഞ്ഞടിക്കുന്നു. അവിടെ CPMനെ അത് ഇല്ലാതാക്കുന്നു. കോൺഗ്രസിനും UDFിനും വലിയ നേട്ടമുണ്ടാക്കുന്നു. അങ്ങനെ ഒരു റിസൾട്ടാണ് കഴിഞ്ഞ ലോക്സഭയിൽ കണ്ടത്. അത് ഒരു ലോക്സഭാ പ്രതിഭാസമാണ്, ദേശീയ സാഹചര്യങ്ങൾ മാത്രമുണ്ടാക്കിയ ഒരു ലോക്സഭാ പ്രതിഭാസമാണ് എന്നതായിരുന്നു CPM എടുത്ത വാദം. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അത്തരം ദേശീയ നേതാക്കളുടെ ഒരു സാന്നിധ്യം കേരളത്തിലേക്ക് വരികയും അതുണ്ടാക്കുന്ന ഒരു UDFിനും കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗം, BJP വിരുദ്ധ വോട്ടുകൾ പൂർണ്ണമായും UDFിലേക്കും കോൺഗ്രസിലേക്കും ഒക്കെ പോയി എന്നതാണ് CPM വിലയിരുത്തിയത്. പക്ഷേ അത് മാത്രമാണോ സംഭവിച്ചത്? നോക്കൂ, മാസങ്ങൾക്കിപ്പുറം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. അവിടെ സംഭവിച്ചതും അവിടെയും UDF അനുകൂല തരംഗം നിലനിൽക്കുന്നു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന വിലയിരുത്തൽ CPM നടത്തുമോ? അതൊരു പക്ഷേ പരസ്യമായി CPM അംഗീകരിക്കില്ല എങ്കിൽ കൂടിയും അത്തരമൊരു വിലയിരുത്തൽ പാർട്ടി തലത്തിൽ നടത്താൻ CPM തയ്യാറാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി നിൽക്കുകയാണ്. അപ്പോൾ ലോക്സഭയിലെ രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ കൂടി നമുക്ക് വേഗത്തിൽ CPM ഏതൊക്കെ തരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് സാധ്യതയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചോ, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ്. അത് പ്രധാനമായും CPM വിലയിരുത്താൻ സാധ്യതയുള്ള, തിരുത്തപ്പെടാൻ, ആദ്യ നിലപാടിൽ മാറ്റം വരുത്താൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. മറ്റൊന്ന്, ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ശക്തമായി നിലനിന്നിരുന്നു. ഒപ്പം തന്നെ സംഘടനാ തലത്തിലുള്ള ചില പ്രശ്നങ്ങൾ, ക്ഷേമ പെൻഷൻ വർധനവ് ഗുണം ചെയ്തില്ല. ഈ തരത്തിലുള്ള വിലയിരുത്തലിലേക്ക് CPM പോകുമോ എന്ന ചോദ്യമാണ്. ഒരുപക്ഷെ ക്ഷേമ പെൻഷൻ വർധനവ് ഗുണം ചെയ്തില്ല എന്നത് പ്രതീക്ഷകൾക്കൊപ്പമുള്ള ഒരു ഗുണമുണ്ടായില്ല, മറിച്ച് വലിയ നഷ്ടം ഒരുപക്ഷെ ഈ ക്ഷേമ പെൻഷൻ്റെ വർധനവ്
ഗുണം ചെയ്തിരിക്കാം, ആ തരത്തിൽ ഗുണപ്പെട്ടിരിക്കാം. പക്ഷേ ഒരു വലിയ വർധനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, തുടർ ഭരണം ഉണ്ടാക്കുന്ന സംഘടനാ ദൗർബല്യമാണ്. പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന ചില തർക്കങ്ങളാണ്. പാർട്ടിയിലെ പ്രാദേശിക തലത്തിലുള്ള ചില ഭിന്നതകൾ, സംസ്ഥാന നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഭിന്നതകളോ ഒന്നുമില്ല. CPM അത് കൃത്യമായി എണ്ണ ഇട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക തലത്തിൽ ജില്ലാ നേതാക്കളും പ്രാദേശിക തലത്തിലുമുള്ള ചില ആശയ പ്രശ്നങ്ങളൊക്കെ സംഘടനാ തലത്തിൽ പ്രശ്നമുണ്ടാക്കി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ തുടർഭരണം ഒരു സംഘടനാ ദൗർബല്യം ആ തരത്തിൽ ഉണ്ടാക്കി എന്ന ചോദ്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ന്യൂനപക്ഷ ഭൂരിപക്ഷ ഏകീകരണമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മധ്യകേരളത്തിലടക്കം അല്ലെങ്കിൽ മലബാറിൻ്റെ ചില പോക്കറ്റുകളിലടക്കം പ്രതിഫലിച്ച ആ തരംഗം, ആ സാധ്യത, അത് ഈ തരത്തിലുള്ള ഒരു ഏകീകരണ സാധ്യത ഉണ്ടാക്കുന്നു. അടുത്തത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് ഈ സാഹചര്യങ്ങൾ, ഈ സാധ്യതകൾ CPM അംഗീകരിക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെ CPM-ൻ്റെയും CPI-യുടെയും വിലയിരുത്തൽ എന്തൊക്കെയെന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. യെസ്, നമുക്ക് BV അരുൺ എനിക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗാണ്. കാരണം തദ്ദേശ തോൽവി വിലയിരുത്തുന്നു എന്നതിനപ്പുറം നിയമസഭയിൽ എങ്ങനെ ഒരുങ്ങണമെന്നതാണല്ലോ CPM-ൻ്റെയും CPI-യുടെയും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ അരുൺ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റികളുടെ തിരുത്തൽ അംഗീകരിക്കാൻ CPM-ൻ്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാകുമെന്ന ചോദ്യമാണ്. അങ്ങനെ പ്രതീക്ഷിക്കണോ അരുൺ?